ഇടത് സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ 5 വർഷം സഭയെ വേദനിപ്പിച്ചു. വോട്ട് ബാങ്കും നോട്ട് ബാങ്കും നോക്കി പ്രവർത്തിച്ചു എന്നും വിമർശനം. മുഖ്യമന്ത്രി ചർച്ചയിലെ പോരിൽ ജനത്തെ കോൺഗ്രസ് പരാജയപ്പെടുത്തരുത് എന്നും മുന്നറിയിപ്പ് നൽകി. മലങ്കര സഭ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം പലയിടങ്ങളിൽ പല സമയങ്ങളിൽ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ കുറച്ച് വോട്ട് ബാങ്ക് കൊണ്ടാണ് അത് ഉണ്ടാകുന്നതാണ് പൊതുസംസാരം. ഞങ്ങളങ്ങനെ പറയാറില്ല, പൊതുസംസാരം. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഒന്ന് പച്ച തൊടാനായിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ഇറങ്ങിപ്പോകുന്ന ഭരണകൂടത്തിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കണം. എന്നാൽ കോട്ടയം മുതൽ തെക്കോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം വേണ്ടവർക്കൊക്കെ ജനം കൃത്യമായി നൽകിയിട്ടുണ്ട്. സഭാംഗങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരും കൃത്യമായി അതിനോട് പ്രതികരിച്ചതായിട്ട് കാണുന്നുണ്ട്. ചിലയിടത്ത് തോൽപ്പിക്കുന്നിടത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. അത് UDF ആയാലും LDF ആയാലും. അതിരൂക്ഷമായ വിമർശനമാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വയ്ക്കുന്നത്. വിശദാംശങ്ങൾ നൽകാനായി വിനു മോഹനുണ്ട്. വിനു, എന്തൊക്കെ കാര്യങ്ങളാണ് സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ ഉള്ളത്? ആർക്കൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള മുന്നറിയിപ്പുകളും ഏതൊക്കെ വിധത്തിലുള്ള പ്രതിഷേധവുമാണ് കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ അനുകൂലിക്കുകയോ മറ്റും ചെയ്തില്ല. സമദൂര നിലപാട് എന്ന നിലയിൽ തന്നെയായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിയാണ് ഓർത്തഡോക്സ് സഭയുടെ മതവിഭാഗം അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറസ് കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അതിനെ വലിയ രീതിയിൽ ഇത്തരം നടക്കുന്ന ഈ ബഹളങ്ങളൊക്കെ ഇത് ശരിയാണോ എന്ന നിലയിലുള്ള ഒരു വിമർശനം കൂടിയാണ് ഉന്നയിക്കുന്നത്. ആലിൻകായ് പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ രീതിയിലുള്ള കാര്യമല്ല. ജനത്തെ കോൺഗ്രസ് പരാജയപ്പെടുത്തരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഏത് രീതിയിലാണ് ഫലിക്കുക, അല്ലെങ്കിൽ MP-മാർ മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു, അത് നടപ്പാക്കി. അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു MP-യുടെ പേര് ഉയർന്നു വരുന്നു. പക്ഷേ ഇത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് പിന്നീട് ജനങ്ങൾ നോക്കിക്കാണും. ജനങ്ങൾ വിവേകമുള്ളവരാണ്. ഇതാണ് പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് പ്രധാനമായിട്ടും സഭാ കേസുമായി ബന്ധപ്പെട്ട ഒരു രൂക്ഷ വിമർശനം ഇടത് സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ ഭാഗത്ത് ആദ്യ സമയത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നല്ല രീതിയിൽ തന്നെ പക്വതയുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിലായിരുന്നു. എന്നാൽ പിന്നീട് വന്ന രണ്ടാമത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഭയെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായെന്നുള്ള രൂക്ഷ വിമർശനമാണ് നടത്തുന്നത്. പല സ്ഥലങ്ങളിലും നിയമപരമായിട്ട് നിയമം അനുകൂലമായവരെ പരസ്യമായിട്ട് പല സ്ഥലങ്ങളിലും അവഹേളിക്കുന്ന അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ പലരുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇത് വലിയ രീതിയിൽ സഭയ്ക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായിട്ടും എറണാകുളം ജില്ലയിൽ ചില വോട്ട് ബാങ്കും നോട്ട് ബാങ്കും ഒക്കെ ചില ആളുകൾ പറയുന്നത് പോലെ അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് പച്ച തൊടാൻ പോലും ഇടത് സർക്കാരിന് കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ LDF സർക്കാരിന് കഴിഞ്ഞില്ല, ആരും ജയിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ്. അതേസമയം കോട്ടയത്തിന് തെക്കോട്ടുള്ള ജില്ലകളിലൊക്കെ അത് കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങൾ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി പങ്കുവയ്ക്കുന്നു. ബിനോയ്, ഇതിനകത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ വിഴുപ്പലക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ തെരുവിൽ കൂടുതൽ വടം വലിക്കോ ഒക്കെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ കോൺഗ്രസ് ജനത്തെയാണ് പരാജയപ്പെടുത്തുക എന്ന സഭയുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകൾ കേട്ടു. അത് ഏതൊക്കെ വിധത്തിൽ എത്ര ശക്തമായ മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട്? സഭ പറയുന്നത് എന്താണ്? പൊതുവായിട്ട് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയങ്ങളെക്കുറിച്ചാണ് ഓർത്തഡോക്സ് സഭയുടെ മതവിഭാഗം അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറസ് ആ ഒരു കാര്യത്തെ വിമർശിച്ചത്. ഇതൊക്കെ ശരിയാണെങ്കിൽ ഇത് എത്രമാത്രം ശരിയാണ് എന്ന് കോൺഗ്രസ് തന്നെ പുനഃപരിശോധന നടത്തട്ടെ എന്നുള്ളതാണ്. ഇനി VD സതീശനാണോ KC വേണുഗോപാലാണോ രമേശ് ചെന്നിത്തലയാണോ, എല്ലാവരും നല്ലവരാണ്. പക്ഷേ VD സതീശൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, രമേശ് ചെന്നിത്തലയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പക്ഷേ അതിനപ്പുറമായിട്ട് വരുന്ന ചർച്ചകൾ ഏത് രീതിയിൽ അത് ജനങ്ങളെ പരാജയപ്പെടുത്തുന്ന നിലയിലേക്കാണ് അത്തരം ചർച്ചകൾ പോകുന്നത്. അത് ശരിയല്ല എന്നുള്ളൊരു വിമർശനമാണ് സഭ ഉന്നയിക്കുന്നത്. ബിനോയിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓർത്തഡോക്സ് സഭയുടെ വിമർശനമാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് കേട്ടത്. ഇടത് സർക്കാരിനെതിരെയാണ് കഴിഞ്ഞ 10 ആണ്ടിലെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി വിമർശനം ഉന്നയിക്കുന്നത് സഭ.